ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. മിന്നിയൊക്കെ ഫയർ ചെയ്യുന്നതും വൂജിന്റെ വായിന്ന് ബ്ലഡ് വരുന്നതും എല്ലാം കാണിച്ചുകൊണ്ടായിരുന്നില്ലേ കഴിഞ്ഞ എപ്പിസോഡ് തീർന്നു പോയേ. ജോങ്ങുവിന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയെ വൂജിൻ കെട്ടിയിട്ടേക്കുവാണ്. അമ്മ, നീ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, സംഭവിച്ച ഒരു കാര്യത്തിനും പരിഹാരം അല്ല ഇത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അമ്മ കാരണമാണ് ഹേജിൻ മരിച്ച്, ജോങ്വു കാരണമാണ് ഞാൻ കൊലയാളിയായ, സോ ഞാൻ കാരണം ജോങ്വുവും കൊലയാളിയാവും, അല്ലേ ഞാൻ ആക്കും എന്നാണ് വൂജിൻ റിപ്ലൈ കൊടുക്കുന്നത്. ഇതും പറഞ്ഞ് സർജിക്കൽ നൈഫ് എടുത്ത് അവൻ കുത്തുവാണ്. അമ്മയല്ല, ബ്ലഡ് പാക്കിലേക്ക്. ആ ബ്ലഡ് ആയിരുന്നു അമ്മയുടെ ദേഹത്ത് മുഴുവൻ അവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയെ വൂജിനൊന്നും ചെയ്തിട്ടില്ല, ചെയ്തതുപോലെ സെറ്റ് ചെയ്തതായിരുന്നു. പിന്നീടാണ് ജോങ്വു അങ്ങോട്ടേക്ക് വരുന്നതും വൂജിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും മിന്നിയോക്ക് ഫയർ ചെയ്യുന്നതും എല്ലാം. ജോങ്വു വൂജിനെ കുത്താൻ പോകുന്നത് തടയാൻ മിന്നിയോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സർജിക്കൽ നൈഫ് വെച്ച് കുത്തിയത് കാരണമായിരുന്നു വൂജിന്റെ വായിൽ നിന്നും ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നത്. വൂജിനെ കൊല്ലാനുള്ള ദേഷ്യം ജോങ്വുവിന് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്, പക്ഷെ സത്യത്തിൽ അത് ഇതുപോലൊരു സിറ്റുവേഷനിലേക്ക് നയിക്കുമെന്ന് ജോങ്വു പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്ക് അടച്ചിട്ടേക്കുവാണ് കേട്ടോ. സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ജോങ്വുവിന്റെ അമ്മ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. വൂജിനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അമ്മ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ വൂജിന്റെ മനസ്സിലുണ്ടായിരുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചതും ജോങ്വുവിന്റെയും വൂജിന്റെയും ലൈഫിനെ ആകെ മൊത്തം തകിടം മറിച്ചതും എല്ലാം തന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് എന്നാണ് അമ്മ പറയുന്നത്. വൂജിന്റെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോ കണ്ട് ഡയറക്ടർ അതിന്റെ സത്യാവസ്ഥ ജോങ്വുവിന്റെ അമ്മയോട് ചോദിക്കുന്നു. സംഭവിച്ച കാര്യങ്ങളും ഈ ഫോട്ടോസും തമ്മിൽ ബന്ധമൊന്നും ഇല്ലാന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഹേജിനും ജോങ്വുവും തമ്മിലുള്ള മാരേജിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹേജിന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കമ്പനിയിലേക്ക് പോയത്. പക്ഷേ ഞാൻ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ തിരിച്ചു വരുമായിരുന്നു ചെയ്തത്. എങ്കിലും ഞാൻ അവരുടെ കമ്പനിയിലേക്ക് പോയതിനു ശേഷമല്ല ഹേജിൻ മരിച്ചത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവളുടെ മരണത്തിൽ നിന്ന് ഞാനും ജോങ്വുവും പെട്ടെന്ന് റിക്കവർ ആവണമെന്ന് കരുതിയായിരുന്നു അന്ന് ഞാൻ പോലീസിനോട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം അമ്മ പറയുന്നു. ഇവിടെ ജോങ്വു ജയിലിലാണുള്ളത്. അപ്പൊ ജോങ്വു വൂജിനെ കൊന്നോ എന്ന് ചിന്തിക്കരുത്. വൂജിനെ കാണാൻ വേണ്ടിയാണ് ജോങ്വു ജയിലിലേക്ക് വന്നിരിക്കുന്നത്. നീ എന്തിനാ എന്നെ രക്ഷിച്ചേ എന്നാണ് വൂജിൻ ജോങ്വുവിനെ കാണുന്നതും ആദ്യമേ ചോദിക്കുന്നത്. ഇനിയാണ് അന്ന് എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. ജോങ്വുവിനെ ഒരു കൊലയാളിയാക്കും എന്ന് വൂജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനു വേണ്ടിയായിരുന്നു ജോങ്വുവിനോട് അവൻ തന്നെ കൊല്ലാൻ പറഞ്ഞ് പ്രവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജോങ്വു അവനെ കുത്താതെ കൈ മാറ്റുന്നത് കണ്ടതും വൂജിൻ ജോങ്വുവിന്റെ കൈ പിടിച്ച് സ്വയം കഴുത്തിലേക്ക് കുത്തുമായിരുന്നു. അതായത് വൂജിൻ തന്നെയായിരുന്നു അവനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ജോങ്വു അല്ല. മിന്യോക്കിന്റെ സഹായത്തോടെ ജോങ്വു അവന്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഹേജിന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാതെ പോകാൻ നിൽക്കുന്ന വൂജിനോട് ജോങ്വു, ഹേജിന്റെ മരണം ആക്സിഡന്റ് ആയിരുന്നു എന്നല്ലേ നീ പറഞ്ഞേ, പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നു. കൂടെ അവള് മരിച്ച സമയത്തെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഇതേ സമയം മിന്യോക്ക് ടീം ലീഡറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഹേജിന്റെ ബോഡിയിൽ 2 ഫിംഗർ പ്രിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ റിപ്പോർട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തതാണ്. മറ്റ് റിപ്പോർട്ട്സിനെക്കാളും ലേറ്റ് ആയാണ് അത് എത്തിയത്. എന്നാൽ ആ റിപ്പോർട്ട് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം അത് എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ട്രൈ ചെയ്ത ജോങ്വുവിന്റെ ആയിരുന്നു ഒരു ഫിംഗർ പ്രിന്റ്. രണ്ടാമത്തെ ഫിംഗർ പ്രിന്റ് ജിൻസോക്കിന്റെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് 7 വർഷം ജയിലിൽ കിടക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ലീഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലല്ലായിരുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേരുടെ ലൈഫ് ഇതുപോലെ അവസാനിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് മിന്യോക്ക് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ടീം ലീഡർ ഒന്നിനും ആൻസർ ചെയ്യുന്നില്ല, കാരണം തന്റെ ഭാഗത്താണ് തെറ്റെന്ന് അങ്ങേർക്ക് അറിയാം. ഇവിടെ ജോങ്വു, ശരിയാണ്, നീ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവൾ അൺകോൺഷ്യസ് ആവുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നീ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതായത് നീ കൊന്നത് അവളെ ആയിരുന്നില്ല, എന്നെ ആയിരുന്നു. പിന്നെ എന്റെ മെമ്മറി ബ്ലോക്ക് ചെയ്തതിന്റെ റീസണും എനിക്ക് മനസ്സിലായി. ഒരു എമർജൻസി ഡോക്ടർ എന്ന നിലയ്ക്ക് ഇഞ്ചുറി പറ്റി എന്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് പേരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അവളെ കൊന്നതാണെങ്കിൽ ഞാൻ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഹെജിന്റെയും നിന്റെയും കൂടെ ഉണ്ടായിട്ടും ഇതൊന്നും അറിയാത്ത ഞാൻ എത്ര പത്തറ്റിക് ആണ് എന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ മെമ്മറി ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം ജോങ്വു പറയുന്നതും വൂജിന്റെ കണ്ണ് നിറയുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ജിൻസോക്കിന്റെ റീട്രയൽ നടക്കുന്നു. നീണ്ട 7 വർഷത്തിന് ശേഷം ഫൈനലി അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയുന്നു. അങ്ങനെ അവൻ കുറ്റവിമുക്തനായി. കോടതിയിൽ നിന്നും വരുന്ന സമയത്ത് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ജോങ്വു നിൽക്കുന്നുണ്ടായിരുന്നു. ജോങ്വുവിന്റെ തെറ്റല്ലെങ്കിലും ജിൻസോക്കിന്റെ ലൈഫ് ഇതുപോലെ ആയതിൽ തനിക്കൊരു പങ്കുണ്ട് എന്നാണ് ജോങ്വു വിശ്വസിക്കുന്നത്. സോ ജോങ്വു സോറി പറയുന്നു. ജിൻസോക്ക് പൂർണ്ണ മനസ്സോടെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടെ വൂജിന്റെ കാര്യത്തിൽ സാഡായി വരുന്ന ഫ്രണ്ടിനെയും കണ്ട് സംസാരിച്ചാണ് ജോങ്വു അവിടുന്ന് തിരിക്കുന്നത്. ഇവിടെ വൂജിന് 7 വർഷം മുന്നേ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുവാണ്. ജോങ്വുവിന്റെ അമ്മ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കമ്പനിയിലേക്ക് പോയതിന്റെ ഫോട്ടോസ് വൂജിൻ ഹേജിന് കാണിച്ചു കൊടുക്കുന്നു. വൂജിന്റെ ക്യാരക്ടർ ശരിയില്ലാന്ന് ഹേജിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ ഇപ്പൊ പൊക്കോ, ഞാൻ ജോങ്വുവിനോട് സംസാരിച്ചെന്തെങ്കിലും തീരുമാനം എടുത്തോളാം എന്നാണ് അവള് വൂജിനോട് പറയുന്നത്. തന്റെ സഹായം ചോദിക്കാതെ അവള് ജോങ്വുവിന്റെ സഹായം ചോദിക്കാൻ പോകുന്നത് വൂജിന് ഇഷ്ടാവുന്നില്ല. ജോങ്വു ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനാ? അമ്മയെ ധിക്കരിക്കാൻ അവനെ കൊണ്ട് പറ്റുമോ? എനിക്ക് മാത്രമേ നിന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് വൂജിൻ ഹേജിനെ ഫോഴ്സ് ചെയ്യാൻ നോക്കുവാണ്. ഇതിന്റെ ഇടയിൽ
ബാലൻസ് തെറ്റി അവൾ വീഴുന്നു. തലയിടിച്ചാണ് വീഴുന്നത്. അങ്ങനെയാണ് അവൾ അൺകോൺഷ്യസ് ആവുന്നതും. ഒത്തിരി നേരം കഴിഞ്ഞ് അവൾക്ക് ബോധം വരുന്നുണ്ട്. എന്നാലും എഴുന്നേൽക്കാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല. എങ്കിലും ഫോൺ എടുത്ത് ജോങ്വോന് കോൾ ചെയ്യുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതും സോറി, ഞാൻ നിന്നോട് ഇത് നേരത്തെ പറയണമായിരുന്നു എന്നാണ് ഹെജിൻ ആദ്യമേ പറയുന്നത്. എന്നാ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. അതിനു മുന്നേ വൂജിൻ ആ ഫോൺ വലിച്ചെറിയുവാണ് ചെയ്യുന്നത്. ആ സൗണ്ട് കേട്ടാണ് ഹെജിൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ജോങ്വോ മനസ്സിലാക്കുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ നിൽക്കുന്നതും. വൂജിൻ, എനിക്ക് പകരം നീ എന്തിനാ ജോങ്വോനെ സെലക്ട് ചെയ്തേ എന്നാണ് ഹേജിനോട് ചോദിക്കുന്നത്. എനിക്ക് ജോങ്വോനെ ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലാതെ നീ മോശമായതുകൊണ്ടല്ല എന്നാണ് ഹേജിൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അത് കേൾക്കുന്നതും അല്ലെങ്കിലും ജോങ്വോ അല്ലേ എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വൂജിൻ ഹേജിന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുവാണ്. ജോങ്വോനോടുള്ള ദേഷ്യം അവന് കൂടി കൂടി വരുവാണ്. അതായത് അവന്റെ മനസ്സിൽ അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത് ജോങ്വോനെയാണ്, അല്ലാതെ ഹേജിനെ അല്ല. അവസാനം അവൻ കൊല്ലുകയും ചെയ്യുന്നു. ഇതായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഹേജിനെ കൊന്ന കാര്യം, അതായത് ആ ഒരു മെമ്മറി വൂജിന് സത്യത്തിൽ ഓർമ്മയില്ല. കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നത് അവന്റെ മെമ്മറിയിലില്ല. അതായത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ. ക്രൈം ചെയ്യുന്നത് വൂജിന്റെ ഒരു പേഴ്സണാലിറ്റിയാണ്, നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അവന്റെ വേറൊരു പേഴ്സണാലിറ്റിയാണ്. ജോങ്വോനെ തൊട്ട് മുന്നേ മീറ്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇതുപോലൊരു ക്രൈം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവന് ഓർമ്മ വരുന്നത്. ഇത്രയും കാലം മറച്ചു വെച്ചത് ഇപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് ആലോചിച്ച് വൂജിനാകെ ഷോക്കായി പോകുവാണ്. ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്നവൻ വിളിച്ചു കൂവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസ് വന്നാണ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ജോങ്വോ ഹേജിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ്, അതായത് മെമ്മോറിയൽ ഹോമിലേക്ക്. അവൻ മാത്രമല്ല മിന്യൂക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളുടെ ചേട്ടനാണ് ഹേജിന്റെ കൊലയാളി എന്നറിഞ്ഞ സമയം മുതൽ മിന്യൂക്ക് ഇടയ്ക്കിടെ അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ചേട്ടൻ ചെയ്ത തെറ്റിന് ഹേജിനോട് ക്ഷമ പറയാൻ ഇത് മാത്രമാണ് വഴി എന്നാണ് മിന്യൂക്ക് പറയുന്നത്. ഇപ്പൊ എന്തായാലും ജിൻസൊക്കെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു. ഇപ്പൊ അവൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. മോഡൽ സ്റ്റുഡന്റിനുള്ള പഠിത്തം പഠിക്കുന്നുണ്ട് എന്നാണ് മിന്യൂക്ക് ജോങ്വോനോട് പറയുന്നത്. ഇത് കേട്ട് ജോങ്വോ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പറയാൻ വിട്ടു, ജോങ്വോന് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. അവൻ ലൈഫിൽ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സ്മൈൽ ചെയ്യാനും ഇമോഷൻസ് കാണിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോങ്വോ അവന്റെ അമ്മയെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അമ്മ തന്നെ ഹോസ്പിറ്റൽ അടച്ച് വേറെ നാട്ടിലേക്ക് മെഡിക്കൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് പേഷ്യൻസിനെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഇതുപോലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ജോങ്വോ, 7 വർഷം മുന്നേ നടന്ന കാര്യത്തിന് ഞാൻ എന്നെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് ഓവർകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. എന്നാ അമ്മ അന്നും ഇന്നും അമ്മയെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിലൊന്നും അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സോ അമ്മ ഇനി അമ്മയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അമ്മയെ കംഫർട്ട് ചെയ്യുന്നു. കൂടെ തന്നെ പെട്ടെന്ന് തിരിച്ചു വരാനും ജോങ്വോ അമ്മയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അമ്മയും ഒരുപാട് ഹാപ്പി ആവുന്നു. ഇപ്പൊ ഡയറക്ടർ മീഡിയാസിനോട് സംസാരിക്കുവാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇതുവരെ റീകൺസ്ട്രക്റ്റീവ് സർജറിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ഉള്ളിലുള്ള ട്രോമയെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ പുറമേ നമ്മൾ ഓക്കെ ആയിരിക്കണം. നമ്മളെ മിററിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് നമുക്ക് തരാൻ പറ്റുന്ന വ്യക്തി പ്ലാസ്റ്റിക് സർജനാണ്. അതുകൊണ്ടാണ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലേക്ക് ഫോക്കസ് ചെയ്ത് പേഷ്യൻസിന്റെ ട്രോമ ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത് എന്നെല്ലാമാണ് ഡയറക്ടർ പറയുന്നത്. ഇവിടെ റെഗുലർ ചെക്കപ്പിന് വേണ്ടി വന്ന മിസ്റ്റർ നമ്മിന്റെ മോള് ജോങ്വോനോട് ഡോക്ടർ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലേ, മെമ്മോറിയൽ ഹോമിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ജോങ്വോ, ഞാൻ ലേറ്റ് ആയി പോയെന്ന് എനിക്കറിയാം, പക്ഷേ സംഭവിച്ച കാര്യങ്ങളിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സോറി. ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇതിന് എനിക്ക് പറ്റിയത്. പിന്നെ നിന്റെ മുഖത്തുള്ള പാട് മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും. എന്റെ കൈ നല്ല സ്കിൽഫുൾ ആണെന്ന് നീയും കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. സോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഓക്കെ ആവും. അതുകൊണ്ട് മുഖത്ത് പാടുണ്ടെന്ന് കരുതി നീ നിന്നെ തന്നെ ലോക്ക് ചെയ്യരുത്. നല്ല ധൈര്യത്തോടെ ഈ വേൾഡിനെ ഫേസ് ചെയ്യ്, എൻജോയ് ചെയ്യേ എന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് പറയുന്നു. അവന്റെ വാക്ക് കൊടുത്ത കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൾ അവളുടെ ക്യാപ്പ് അഴിക്കുവാണ്. ക്യാപ്പ് അഴിക്കുന്നു എന്ന് മാത്രമല്ല, ആദ്യം ഒന്ന് പേടിച്ചാണെങ്കിലും ആളുകൾക്കിടയിലൂടെ നടക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹേജിന്റെ കേസ് നല്ല അടിപൊളിയായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മിന്യൂക്കിനും കങ്ങോക്കും പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ ജോങ്വോ വീണ്ടും ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ക്യാരക്ടറിന് വന്ന മാറ്റം കണ്ട് സ്റ്റാഫ്സ് ഒക്കെ കിളി പോയി നിൽക്കുവാണ് ചെയ്യുന്നത്. ഡയറക്ടർ ആണല്ലോ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് കൂടുന്നതും റേറ്റിംഗ് കൂടുന്നതും ഒക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. ഈ സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോങ്വോ അങ്ങോട്ടേക്ക് വരുന്നത്. ഡയറക്ടർ, ഓ അതിനെന്താ നീ പൊക്കോ, നാളെ രാവിലെ നേരത്തെ വന്നേക്ക് എന്ന് പറയുന്നു. അതിന് ഞാൻ നാളെ ലീവാണല്ലോ എന്ന് ജോങ്വോ റിപ്ലൈയും കൊടുക്കുന്നു. അയ്യോ, അപ്പൊ നാളത്തെ പ്രോഫിറ്റ് കുറഞ്ഞു പോകുമോ എന്ന് ഡയറക്ടർ നിരാശയോടെ പറയുന്നത് കേട്ട് ജോങ്വോ ചിരിക്കുവാണ് ചെയ്യുന്നത്. ഡയറക്ടർ വീണ്ടും, നിന്റെ ട്രോമ ഓവർകം ചെയ്തപ്പോ ഞാൻ കരുതിയത് നീ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകുമായിരിക്കുമെന്നാ. പക്ഷേ നീ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതെന്താ അങ്ങനെ ചെയ്തേ? നീ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ജോങ്വോ,
അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. എന്റെ പേഷ്യൻസിന് മുന്നോട്ട് ജീവിക്കാനുള്ള എനർജിയും മോട്ടിവേഷനും ഒക്കെയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അവരുടെ ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കി അവരുടെ കോൺഫിഡൻസ് കൂട്ടുവാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് തിരിച്ചു വരുക എന്ന തീരുമാനം ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് ജോങ്വു പറയുന്നു. നെക്സ്റ്റ് ജോങ്വു, നീ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണോ എന്ന് ചോദിച്ച് മിന്യോക്കിന് മെസ്സേജ് ചെയ്യുന്നു. അവളത് കാണുന്നതും ക്യാമറ ഓൺ ചെയ്ത് തന്റെ രൂപമാണ് നോക്കുന്നത്. ഈ കച്ചറ കോലത്തിൽ ഇരിക്കുന്ന സമയത്തെ അവൻ മീറ്റ് ചെയ്യാൻ പറയത്തുള്ളൂ എന്നവൾ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മിന്യോക്ക് ജോങ്വുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫ്ലവേഴ്സും കൊണ്ട് തന്റെ അടുത്തേക്ക് വരുന്ന ജോങ്വുവിനെ കണ്ട് മിന്യോക്ക് ആകെ ഷോക്കായി പോകുവാണ്. മിന്യോക്ക്, നീ പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത് ഇതിനു വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു. സാധാരണ എല്ലാവരും മീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലവേഴ്സ് കൊടുക്കാറില്ലേ എന്നാണ് ജോങ്വു ചോദിക്കുന്നത്. ശരിയാണ്, ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. അവനത് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് മിന്യോക്കിനല്ലാന്ന് മാത്രം. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ജോങ്വുവിന്റെ ഒരു പേഷ്യന്റ് ഇല്ലേ, അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും വന്നേക്കുന്നത്. ചമ്മല് പുറത്ത് കാണിക്കാതെ മിന്യോക്ക് എന്തായാലും ജോങ്വുവിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അവന്റെ ആർട്ട് എക്സിബിഷൻ നടക്കുവാണ്. അവന്റെ ലൈഫ് ഇതുപോലെ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ മിന്യോക്കും ജോങ്വുവും ആണ്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. കൂടെ ഈ ഒരു എക്സിബിഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മിന്യോക്കിന്റെ നേതൃത്വത്തിൽ ജോങ്വു ഒരു പെയിന്റിംഗ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും അവരുടെ ക്ലിനിക്കിനെ കുറിച്ചും ഒക്കെയാണ് മിന്യോക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ജോങ്വു, നീ ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണോ അതോ എന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. മിന്യോക്ക് ഇത് കേട്ടാകെ ഫ്രീസ് ആയി പോകുവാണ്. അവള്, നീ മാറിയിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്, പക്ഷെ നീ ഇതുപോലെ ഓപ്പണായി സംസാരിക്കാൻ പാകത്തിന് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് നടക്കുവാണ് ചെയ്യുന്നത്. എന്നാൽ ജോങ്വു ആ ടോപ്പിക്ക് വിടാൻ ഉദ്ദേശമില്ല. ആ ഫ്ലവേഴ്സ് ഞാൻ നിനക്ക് തരുവാണെന്നല്ല നീ ആദ്യം വിചാരിച്ചേ, ആ കാര്യത്തിൽ നീ ഡിസപ്പോയിന്റഡ് ആയില്ലേ എന്ന് ചോദിക്കുന്നു. സംഭവം സത്യമാണെങ്കിലും മിന്യോക്ക് ഡിസപ്പോയിന്റഡ് ആവേ? ആര് ഡിസപ്പോയിന്റഡ് ആവാൻ? അല്ലേലും എനിക്ക് ഈ ഫ്ലവേഴ്സ് ഒന്നും ഇഷ്ടമല്ല, അത് ഈ ചെടിയിലിരിക്കുന്നത് കാണാൻ തന്നെയാ ഭംഗി എന്ന് പറയുന്നു. അയ്യോ അങ്ങനെയാണോ? ഞാൻ കരുതി നിനക്ക് പ്രൊമോഷനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഫ്ലവേഴ്സ് വന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞ ജോങ്വു വീണ്ടും അവളെ ടീസ് ചെയ്യുവാണ്. മിന്യോക്ക് ഇത് കേൾക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ? ഫ്ലവേഴ്സ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തരണം, അല്ലാതെ ഇതുപോലെ ചോദിച്ചുകൊണ്ട് നടക്കുവല്ല ചെയ്യേണ്ട. ഇനി അത് വിട്, എനിക്ക് ഫ്ലവേഴ്സ് ഒന്നും വേണ്ട, എന്റെ മൂഡ് പോയി എന്നവള് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രൊമോഷൻ കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പോയാലോ എന്ന് ജോങ്വു ചോദിക്കുന്നു. ഇത് കേൾക്കുന്നതും മിന്യോക്ക് ഓക്കെ എന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കുവാണ് ചെയ്യുന്നത്. കൂടെ തന്നെ ജോങ്വുവും. ഇതുപോലൊരു ഹാപ്പി എൻഡിങ്ങോടുകൂടെയാണ് ഫേസ് മീ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.